നിങ്ങൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആദ്യ ചിന്ത എന്താണ്? അനന്തമായി പ്രപഞ്ചത്തിൽ നമ്മൾ തനിച്ചാണോ? അതോ അവിടെ എവിടെയെങ്കിലും നമുക്ക് അന്യമായ ജീവരൂപങ്ങൾ ഉണ്ടോ? ഏലിയൻസ് എന്ന വാക്ക് നമ്മുടെ ഭാവനയെ തീവ്രമായി ഉണർത്തുന്നു. ഹോളിവുഡ് സിനിമകളിൽ നിന്ന് നമുക്ക് പരിചിതമായ പച്ച നിറമുള്ള വലിയ കണ്ണുകളുള്ള ജീവികൾ മുതൽ പുരാണങ്ങളിലെ അത്ഭുത ജീവികൾ വരെ ഏലിയൻസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പലതുമാണ്. എന്നാൽ യഥാർത്ഥ ഏലിയൻസ് എങ്ങനെയായിരിക്കും? അവർ എവിടെ നിന്ന് വരുന്നു? എന്തിനാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത്? മലയാളി പ്രേക്ഷകർക്ക് ഈ വീഡിയോ ഒരു പ്രപഞ്ച യാത്രയാണ്. നമ്മുടെ ഭാവനയ്ക്കപ്പുറം ശാസ്ത്രീയമായും സാധ്യതകളെ അടിസ്ഥാനമാക്കിയും ഏലിയൻ ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്ക് ഒരു ആഴത്തിലുള്ള യാത്ര. ഈ വീഡിയോയിൽ ഏലിയൻസിൻ്റെ രൂപം, അവരുടെ ഉത്ഭവം, ഭൂമിയിലേക്കുള്ള അവരുടെ സന്ദർശനം, പ്രപഞ്ചത്തിൻ്റെ മൂലകളിൽ അവർ എവിടെ ജീവിക്കുന്നു എന്നിവ പരിശോധിക്കുകയാണ്. ഒപ്പം ഏലിയൻ ജീവികൾ ഒരുപക്ഷെ നമ്മളെപ്പോലെയാണോ, അതോ തീർത്തും വ്യത്യസ്തമായിരിക്കുമോ? ഈ രഹസ്യാത്മക യാത്രയിൽ നിങ്ങളുടെ ജിജ്ഞാസയെ ഉണർത്താൻ ഞാൻ ശ്രമിക്കുകയാണ്. തയ്യാറാണോ ഈ അനന്ത പ്രപഞ്ചത്തിൻ്റെ ദുരൂഹതകളിലേക്ക് ഒരു യാത്ര പോകാൻ? വെൽക്കം ബാക്ക്. ഏലിയൻസ് എങ്ങനെ കാണപ്പെടും? ഈ ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരമില്ല. കാരണം പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം അനന്തമാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ഗ്രഹത്തിൻ്റെ പരിസ്ഥിതി, ഗുരുത്വാകർഷണം, വായുഘടന എന്നിവയെ ആശ്രയിച്ചാണ് ഒരു ജീവരൂപം വികസിക്കുന്നത്. ഉദാഹരണത്തിന് ഭൂമിയിൽ ജലം, ഓക്സിജൻ, കാർബൺ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് ജീവൻ വികസിച്ചത്. എന്നാൽ മറ്റൊരു ഗ്രഹത്തിൽ ജലത്തിന് പകരം മീഥേൻ ദ്രാവകം, ഓക്സിജന് പകരം സൾഫർ, കാർബണിന് പകരം സിലിക്കൺ എന്നിവരെ ആശ്രയിച്ച് ജീവൻ സാധ്യമാണ്. ഒരു ഏലിയൻ ജീവി ഭൂമിയിലെ ജീവികളോട് സാമ്യമുള്ളതാകണമെന്നില്ല. ഒരുപക്ഷെ അവർക്കൊരു ശരീരം പോലും ഉണ്ടാകില്ല. ഊർജ്ജ രൂപത്തിൽ, പ്ലാസ്മ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ രൂപത്തിൽ ബോധമുള്ള ജീവികൾ സാധ്യമാണ്. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഏലിയൻസിന് ഒരു ന്യൂറൽ നെറ്റ്വർക്ക് പോലുള്ള ബുദ്ധി ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ശരീരത്തിൻ്റെ ആവശ്യമില്ല. ഒരു ഗ്രഹത്തിൽ ഗുരുത്വാകർഷണം കുറവാണെങ്കിൽ അവർക്ക് നേർത്ത ദുർബലമായ ശരീരം ഉണ്ടാകാം. ഒരു മെഡൂസയെ പോലെ. ഉയർന്ന ഗുരുത്വാകർഷണമുള്ള ഗ്രഹത്തിൽ അവർ ഒതുങ്ങിയ ശക്തമായ ശരീരഘടനയുള്ളവരായിരിക്കും. അവരുടെ ശരീരത്തിലെ അവയവങ്ങൾ നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ അവർ വെളിച്ചത്തിന് പകരം അൾട്രാസോണിക് തരംഗങ്ങൾ കാണുന്നു. അവർക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ അത് ടെലിപ്പതി വഴി ആശയവിനിമയം നടത്തിയേക്കാം. ചില ഏലിയൻസ് ഒരു കൂട്ടായ ബുദ്ധിയായി ഒരു തേനീച്ച കൂട്ടം പോലെ പ്രവർത്തിച്ചേക്കാം. അവരുടെ ജീവിത ചക്രം നമുക്ക് അപരിചിതമായിരിക്കും. ഒരുപക്ഷെ അവർക്ക് ഒരിക്കലും മരണമില്ലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഊർജ്ജ രൂപത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമായിരിക്കും. അവർക്ക് സംസ്കാരം, കല, ശാസ്ത്രം അല്ലെങ്കിൽ വികാരങ്ങളുണ്ടോ? ഒരുപക്ഷെ അവർക്ക് സന്തോഷം എന്ന ആശയം തന്നെ സാധ്യമല്ലായിരിക്കും. ഏലിയൻസിൻ്റെ ജീവിതം നമ്മുടെ ഭാവനയ്ക്കും അപ്പുറമാണ്. എന്നാൽ ശാസ്ത്രം പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ വൈവിധ്യം അവർക്ക് ഏത് രൂപവും നൽകാമെന്നാണ്. ഏലിയൻസ് എവിടെ ജീവിക്കുന്നു? പ്രപഞ്ചം 93 ബില്യൺ പ്രകാശവർഷം വ്യാപിച്ചു കിടക്കുന്നു. ട്രില്യൺ കണക്കിന് ഗാലക്സികളും ഓരോ ഗാലക്സിയിലും ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുണ്ട്. ഈ അനന്തതയിൽ ജീവൻ സാധ്യമായ ഒരു മൂല എവിടെയാണ്? ശാസ്ത്രജ്ഞർ ഗോൾഡിലോക്ക് സോൺ എന്ന് വിളിക്കുന്ന ഒരു നക്ഷത്രത്തിന് ചുറ്റുമുള്ള ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന മേഖലയാണ് ജീവന്റെ സാധ്യതയുള്ള സ്ഥലം. ഉദാഹരണത്തിന് ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്ര വ്യവസ്ഥയിൽ 7 ഗ്രഹങ്ങളിൽ 3 ഈ സോണിലാണ്. എന്നാൽ ജീവൻ ഈ സോണിന് പുറത്തും സാധ്യമാണ്. ഉദാഹരണത്തിന് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിൽ ദ്രാവക മീഥേൻ ഒഴുകുന്നു. ഇതൊരു വിചിത്ര ജീവന്റെ അടിസ്ഥാനമാക്കാം. പ്രപഞ്ചത്തിന്റെ ദൂരെയുള്ള ഒരു ഗാലക്സിയിൽ ഒരു നക്ഷത്രത്തിന് ചുറ്റും ഒരു ഗ്രഹം ഉണ്ടാകാം. അവിടെ ജലം, ഓക്സിജൻ, മീഥേൻ എന്നിവയില്ലാതെ വിചിത്രമായ ഒരു രാസവിനിമയം ജീവനെ സാധ്യമാക്കുന്നു. ചില ഗ്രഹങ്ങൾ ഭൂമിയേക്കാൾ വലുതും സൂപ്പർ എർത്ത് എന്ന് വിളിക്കപ്പെടുന്നവയാണ്. ഇവിടെ ഉയർന്ന ഗുരുത്വാകർഷണവും വിചിത്രമായ കാലാവസ്ഥയും ജീവനെ വ്യത്യസ്തമാക്കുന്നു. നക്ഷത്രങ്ങൾക്കിടയിലുള്ള ശൂന്യതയിൽ റോക്ക് ഗ്രഹങ്ങളുണ്ട്. നക്ഷത്രങ്ങളില്ലാതെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഗ്രഹങ്ങൾ. ഇവിടെ ഗ്രഹത്തിന്റെ ആന്തരിക താപം ജീവനെ നിലനിർത്തിയേക്കാം. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ജീവൻ ഗ്രഹങ്ങളിൽ മാത്രമല്ല, ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ചുറ്റും ഊർജ്ജം ആശ്രയിച്ച് ബോധമുള്ള ജീവികൾ ഉണ്ടാകാമെന്നാണ്. പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിൽ, ഒരു ഗാലക്സിയുടെ അതിർത്തിയിൽ, ഒരു നക്ഷത്ര വ്യവസ്ഥയിൽ, ഒരു ഗ്രഹത്തിൽ അല്ലെങ്കിൽ ഒരു ധൂമകേതുവിന്റെ ഉപരിതലത്തിൽ പോലും ജീവൻ ഒളിഞ്ഞിരിക്കാം. ഈ സ്ഥലങ്ങൾ നമ്മുടെ ഭാവനയ്ക്കും ശാസ്ത്രത്തിനും അപ്പുറമാണ്. ഏലിയൻസ് ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ ഏറ്റവും അപ്രതീക്ഷിതമായ മൂലയിൽ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകാം. ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നത് എന്തിനാണ്? ഈ ചോദ്യം മനുഷ്യരുടെ ജിജ്ഞാസയുടെ കേന്ദ്രത്തിലാണ്. ഒരു നൂറ്റാണ്ടിനിടെ UFO കാഴ്ചകൾ, റോസ്വെൽ സംഭവം, ഏരിയ 51 എന്നിവയെക്കുറിച്ചുള്ള കഥകൾ നമ്മെ ആകർഷിച്ചിട്ടുണ്ട്. എന്നാൽ ശാസ്ത്രീയമായി ഏലിയൻസിന് ഭൂമിയിൽ താല്പര്യമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഒന്നാമതായി, ഭൂമി ഒരു ജീവന്റെ ഒയാസിസ് ആണ്.
ജലം, ഓക്സിജൻ, ജൈവ തന്മാത്രകൾ എന്നിവ ഒരു ഗ്രഹത്തെ അപൂർവമാക്കുന്നു. ഒരു വിദഗ്ധ സംസ്കാരമുള്ള ഏലിയൻ ജീവി ഭൂമിയിലെ ജൈവ വൈവിധ്യം പഠിക്കാൻ ആഗ്രഹിച്ചേക്കാം. ഒരു മനുഷ്യ ശാസ്ത്രജ്ഞൻ ആമസോൺ മഴക്കാടുകൾ പഠിക്കുന്നത് പോലെ. ഒരു പക്ഷേ അവർക്ക് ജലം, ധാതുക്കൾ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ ആവശ്യമാണ്. രണ്ടാമതായി, ഭൂമി ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ റേഡിയോ തരംഗങ്ങൾ, ടെലിവിഷൻ സിഗ്നലുകൾ, ബഹിരാകാശ പേടകങ്ങൾ എന്നിവ 100 വർഷത്തിലേറെയായി പ്രപഞ്ചത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ഒരു ഏലിയൻ സിവിലൈസേഷൻ ഈ സിഗ്നലുകൾ കണ്ടെത്തി ഒരു ജീവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയേക്കാം. അങ്ങനെ അവർ ഒരു നിരീക്ഷണ ദൗത്യത്തിനായി ഭൂമിയിലേക്ക് വരാം, അതും നമ്മെ പഠിക്കാൻ. മൂന്നാമതായി, അവർക്ക് ശത്രുതാപരമായ ഉദ്ദേശങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ അവരുടെ ഗ്രഹം നശിച്ചു, അവർക്ക് പുതിയ വീട് ആവശ്യമാണ്. എന്നാൽ ശാസ്ത്രജ്ഞർ പറയുന്നത് ഒരു ഗ്രഹം കീഴടക്കാൻ വരുന്ന ഏലിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിധം വിദഗ്ധരായിരിക്കും. അവർക്ക് ഭൂമി ഒരു പ്രാകൃത ഗ്രഹമായി തോന്നിയേക്കാം. നാലാമതായി, അവർ ഒരു ആത്മീയ അല്ലെങ്കിൽ ദാർശനിക ദൗത്യത്തിനായി വരാം. ഒരുപക്ഷെ അവർ പ്രപഞ്ചത്തിലെ ജീവന്റെ അർത്ഥം അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് ജീവികളുമായി അറിവുകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. ഏലിയൻസ് ഭൂമിയിലേക്ക് വരുന്നത് ഒരു ശാസ്ത്രീയ കൗതുകത്തിനോ വിഭവങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഉദാത്ത ലക്ഷ്യത്തിനോ ആകാം. പക്ഷെ അവർ വരുമ്പോൾ നമ്മുടെ ലോകം എന്നേക്കും മാറും. പ്രപഞ്ചത്തിലെ ഏലിയൻസ് എല്ലാം ഒരേ രൂപത്തിലോ സ്വഭാവത്തിലോ ആയിരിക്കുമോ? ഈ ചോദ്യം ശാസ്ത്രവും ഭാവനയും കൂടിച്ചേരുന്ന ഒരു രഹസ്യമാണ്. ഭൂമിയിൽ ഒരേ പരിസ്ഥിതിയിൽ നിന്ന് വ്യത്യസ്ത ജീവരൂപങ്ങൾ, ഒരു തിമിംഗലവും ഒരു പക്ഷിയും ഒരു ബാക്ടീരിയയും വികസിച്ചു. പ്രപഞ്ചത്തിന്റെ വിവിധ ഗ്രഹങ്ങളിൽ ഈ വൈവിധ്യം അനന്തമായിരിക്കും. കൺവെർജന്റ് എവല്യൂഷൻ എന്ന ശാസ്ത്രീയ ആശയം വ്യത്യസ്ത ജീവികൾ സമാനമായ പരിസ്ഥിതിയിൽ സമാനമായ സവിശേഷതകൾ വികസിപ്പിക്കുമെന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ഒരു ഗ്രഹത്തിൽ ജലം അടിസ്ഥാനമാക്കിയുള്ള ജീവൻ ഉണ്ടെങ്കിൽ അവർ മത്സ്യങ്ങളോട് സാമ്യമുള്ള രൂപം ഉണ്ടാകാം. എന്നാൽ ഒരു ഗ്രഹത്തിൽ ഗുരുത്വാകർഷണം കുറവാണെങ്കിൽ അവർ പറക്കുന്ന ജീവികളായിരിക്കും. എന്നാൽ ഏലിയൻ ജീവികൾ നമ്മുടെ ജൈവശാസ്ത്രത്തിന് അപ്പുറമായിരിക്കും. ഒരുപക്ഷെ അവർ ഊർജ്ജ രൂപത്തിലോ ഒരു ഡിജിറ്റൽ ബോധമായോ അല്ലെങ്കിൽ ഒരു കൂട്ടായ ബുദ്ധിയായോ ഉണ്ടാകാം. ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഒരു വിദഗ്ധ ഏലിയൻ സംസ്കാരം ജൈവ ശരീരം ഉപേക്ഷിച്ച് ഒരു മെഷീൻ ബോധമായി മാറിയേക്കാമെന്നാണ്. എല്ലാ ഏലിയൻസും ഒരേ ലക്ഷ്യം പങ്കിട്ടേക്കാം: അതിജീവനം, ജ്ഞാനം അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അർത്ഥം അന്വേഷിക്കൽ. എന്നാൽ അവരുടെ രൂപം, സംസ്കാരം, ബുദ്ധി എന്നിവ ഓരോ ഗ്രഹത്തിന്റെയും സവിശേഷതകളെ ആശ്രയിച്ചിരിക്കും. ഒരു ഏലിയൻ മറ്റൊരു ഏലിയനോട് നിന്റെ ജീവിതം എന്താണെന്ന് ചോദിച്ചേക്കാം, കാരണം അവർക്ക് പരസ്പരം ഒരു ബന്ധമില്ലായിരിക്കും. പ്രപഞ്ചത്തിന്റെ ഒരു മൂലയിൽ ഒരു ഏലിയൻ മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന ജീവികളായിരിക്കാം. മറ്റൊരു മൂലയിൽ അവർ ഒരു ബോധമുള്ള മേഘമായിരിക്കാം. ഏലിയൻസ് ഒരേ രൂപത്തിലല്ല, എന്നാൽ ഒരുപക്ഷെ ജീവന്റെ അനന്തമായ സാധ്യതകളിൽ അവർ ഒരു പൊതു ലക്ഷ്യം പങ്കിട്ടേക്കാം. ഏലിയൻസിന്റെ രഹസ്യം പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണ്. അവർ എങ്ങനെ കാണപ്പെടും, എവിടെ ജീവിക്കുന്നു, എന്തിനു ഭൂമിയിലേക്ക് വരുന്നു? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മുടെ ഭാവനയ്ക്കും ശാസ്ത്രത്തിനും അപ്പുറമാണ്. ഒരുപക്ഷെ അവർ ഒരു ഊർജ്ജ തരംഗമായോ ഒരു ബോധമുള്ള മെഷീനായോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രൂപത്തിലോ ഉണ്ടാകാം. നമ്മൾ ഒരു ചെറിയ നീലഗ്രഹത്തിൽ, ഈ അനന്ത പ്രപഞ്ചത്തിൽ ഒരു ചെറിയ മിന്നൽ മാത്രമാണ്. ഏലിയൻസ് ഒരുപക്ഷെ നമ്മെ നിരീക്ഷിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു ചിന്ത പോലുമല്ല. എന്നാൽ ഒരു ദിവസം ഒരു വിചിത്രമായ വെളിച്ചം, ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സന്ദർശനം നമ്മുടെ ലോകത്തെ എന്നേക്കും മാറ്റിയേക്കാം. ഈ രഹസ്യം നമ്മെ ഭയപ്പെടുത്തുന്നതോടൊപ്പം ആകർഷിക്കുന്നു. അവർ നമ്മോട് സമാനമോ അതോ തീർത്തും അന്യമോ? അവർ നമ്മുടെ സുഹൃത്തോ ശത്രുവോ? ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ മനുഷ്യന്റെ ഏറ്റവും വലിയ യാത്രയുടെ തുടക്കം മാത്രമാണ്. രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു ചിന്ത മനസ്സിൽ തങ്ങുന്നു: നമ്മൾ തനിച്ചല്ല, എവിടെയോ ആരോ നമ്മളെപ്പോലെ പ്രപഞ്ചത്തിന്റെ രഹസ്യം തേടുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.